അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുന്ന് നേരെ പോണ കന്യാകുമാരി പോകാം. ഇവിടുന്ന് നമുക്ക് നേരെ കന്യാകുമാരി പോകാൻ പറ്റും. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമുക്ക് നേരെ ശംഖുമുഖത്തോട്ട് പോവാം. ചെറിയ റോഡിൽ ചെന്ന് കയറാം. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിയണം. ഈ പാലത്തിൻ്റെ ഇവിടുന്ന് നമുക്ക് നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് സിഗ്നലായി നമുക്ക് നേരെ ശംഖുമുഖത്ത് പോകും. ഇത് നമ്മൾ എയർപോർട്ട് റോഡാണ്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് റോഡാണ് നമ്മൾ പോകുന്നത്. അത് എയർപോർട്ട് ടെർമിനൽ 2 ഡൊമസ്റ്റിക്കാണ് നമ്മൾ ഇതുവഴി തന്നെ പോകുന്നത്. ഇത് നമ്മൾ എയർപോർട്ട് റോഡാണ്. ശംഖുമുഖം ബീച്ചിൽ പോകാൻ പല റോഡുകളുണ്ട്. അപ്പോൾ ഇതാണ് നേരിട്ടുള്ള വഴി. നേരെയുള്ള വഴി ഇതാണ്. നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴി, ടെർമിനൽ 2. ഇതാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന ഫസ്റ്റ് എൻട്രി. ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതായ വണ്ടി ഇതാക്കി അർപ്പി. ഇതാണ് മച്ചാമാരെ നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു അവസ്ഥ. ഇതാണ് കടൽ നല്ലപോലെ കയറിയിട്ടുണ്ട് കേട്ടോ. കടൽ നല്ല പോലെ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള തിരയുമുണ്ട്. അതിശക്തമായിട്ടുള്ള തിരയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കടൽ നല്ല പോലെ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇതാ ബീച്ചെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇവിടെ കംപ്ലീറ്റ് മണലായിരുന്നു. ഈ സൈഡ് കംപ്ലീറ്റ് മണലായിരുന്നു. ഈ കല്ലൊന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. മണലെല്ലാം എടുത്തുകൊണ്ട് പോയി. നല്ല താന്നിട്ടുമുണ്ട്. അതിശക്തമായിട്ടുള്ള തിരയാണ്. ഒരു രക്ഷയില്ല മച്ചാമാരെ. തിരയൊക്കെ നല്ല അതിശക്തമായിട്ടുള്ള തിരയാണ്. ഇതാണ് നമ്മൾ കാണുന്നതാണ് കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ്. അതാണ്. പിന്നെ ഇത് നമ്മളെ എയർപോർട്ട്. ഇതിനകത്താണ് എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ട്. അപ്പോൾ നമ്മുടെ സ്കോർപ്പിയോ അങ്ങനെ നല്ല കാറ്റ് കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സഞ്ചാരം മൊത്തം. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോൾ ഗേറ്റ്. അപ്പോൾ ഇവിടെ ഫാസ്ടാഗ് കൊണ്ട് കേട്ടോ. ഇവിടെ ഫാസ്ടാഗ് ഉള്ളവർക്ക് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇവിടെ ഫാസ്ടാഗ് അല്ലാതെ റീചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഈ സൈഡിലുണ്ട്. കാർഡുള്ളവർക്ക് പൈസ ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഞാൻ ചാർജ് ചെയ്തിട്ടിട്ടുണ്ട് ഫാസ്ടാഗ്. അത് നല്ലൊരു ഉപയോഗമാണ് കേട്ടോ. ഫാസ്ടാഗ് നല്ലൊരു ഉപയോഗമാണ്. കാരണം നമ്മൾ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നമ്മൾ ഡബിൾ പൈസയാണ് നമ്മളിവിടെ ഈ ഫാസ്ടാഗിൽ നമ്മൾ കൊടുക്കേണ്ടത്, ഈ ടോൾ ഗേറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കുറവേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ കോവളത്തോട്ട് പോണ ടോൾ ഗേറ്റ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് വിഴിഞ്ഞത്ത്. നേരെ വിഴിഞ്ഞത്തല്ല, നമ്മളിപ്പുറത്ത് വിഴിഞ്ഞത്തൊരു ഇപ്പുറത്ത് നമ്മൾ വിഴിഞ്ഞം പോർട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെയാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ട് നമുക്ക് കപ്പലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കപ്പലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു കാപ്പി കുടിക്കണമെങ്കിൽ ഇവിടെ ഒരു ഉസ്താദ് ഹോട്ടലുണ്ട്. ഇതാണ് ഈ ഉസ്താദ് ഹോട്ടൽ. ഇതിനകത്തിരിക്കുന്നതാണ് ഉസ്താദ് ഹോട്ടൽ. ഈ കാണുന്നതാണ് ഉസ്താദ് ഹോട്ടൽ. അപ്പോൾ ഇവിടെ കയറി നമുക്ക് നല്ല മീനിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ. കംപ്ലീറ്റ് മീൻ കൊണ്ടുള്ള കളിയാണ്. മീൻ പൊരിച്ചതും വറുത്തതും കറി വെച്ചതും എല്ലാം ഇവിടെ ഉണ്ട്, ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. എന്നാലും കുറച്ച് പ്രത്യേകത ഉസ്താദ് ഹോട്ടലുണ്ട്. കാരണം മീനിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ വിഴിഞ്ഞത്തെത്തി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ. കാരണം ഇപ്പം ഈ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇവിടെയും കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ കടലിലേക്ക് ഇനി കയറി കിടക്കേണ്ടത് കേട്ടോ. അതിലേക്ക് ദോ കാണുന്ന കടലാണ്. കാണുന്ന കടലാണത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം, അടിപൊളിയായിട്ട് കാണാം കാര്യങ്ങളെല്ലാം. അങ്ങനെ കടലെത്തി വിഴിഞ്ഞം പോർട്ടൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാം. സൂപ്പറായിട്ട് കാണാം നമുക്ക്. റോഡ് നിറച്ചും ആട്ടിൻകുട്ടികളാണല്ലോ. നടക്കാനൊന്നും വയ്യ. അപ്പോഴങ്ങനെ നമ്മൾ വിഴിഞ്ഞത്തെത്തി. അപ്പോൾ ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് വിഴിഞ്ഞം കടലും കാണാം, പിന്നെ വിഴിഞ്ഞം പോർട്ടും നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇറങ്ങി നമുക്ക് നോക്കാം. കാരണം കടൽ ഇങ്ങി കയറി കിടക്കുകയാണ്. കണ്ട തിര ഇങ്ങി വരുന്നുണ്ട്. കാരണം കടൽ താന്നാണ് കിടക്കുന്നത്, കര മേളിലാണ്. പക്ഷേ തിരയ്ക്ക് നല്ല പവറുണ്ട്. തിര അടിച്ച് കയറി റോഡിൽ വരികയാണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഇറങ്ങി ഇന്ന് കാണാം. അതാ കണ്ട, എൻ്റെ ദൈവമേ, ഈ പാറയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വലിയ പാറകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. തിരയൊക്കെ ഇങ്ങ് കയറി. ഇതോ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. കാണാൻ പറ്റുമല്ലോ. ഇതോ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. മച്ചാന്മാരെ, നമ്മളങ്ങനെ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കപ്പൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇത് സംഗതി ഫ്രണ്ടല്ല, ഇത് വിഴിഞ്ഞത്തെ ബാക്ക് ഭാഗമാണ്. ഇപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് ഈ പള്ളിയുടെ സൈഡിൽ നിന്നിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഉൾക്കം ക്രെയിനുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വലിയൊരു കപ്പലും വന്ന് കിടപ്പുണ്ട്. അതിന് കുറേ ഒരു കണ്ടെയ്നറും ആ കപ്പലിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ആ കപ്പലിൻ്റെ പേര് MSC എന്നാണ് ആ കപ്പലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കപ്പൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. കടലിൽ നിന്ന് ഒരുപാട് കയറി കിടക്കുകയാണ് കടൽ. അതിശക്തമായിട്ടുള്ള തിരയും ഉണ്ട്.
കാണുന്നതാണ് കപ്പൽ. ആ കപ്പലിൻ്റെ തൊട്ട് മേളിലുള്ള വലിയ ക്രെയിനാണ്. ആ സാധനം ഉപയോഗിച്ചാണ് ഇതിൻ്റെ കപ്പലിൻ്റെ ഈ കണ്ടെയ്നറെല്ലാം പൊക്കിയെടുക്കുന്നത്. ഇവിടെ വേറെ കപ്പലുകളൊന്നുമില്ല, ഈ ഒരു കപ്പൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കടൽ നല്ല തിരയുണ്ട് കേട്ടോ, നല്ല തിരയുണ്ട്. അത് ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ട്. കടൽ ഫുള്ളിങ്ങി കയറി കിടക്കുക. ഇതാണ് വിഴിഞ്ഞം പോർട്ട്. ഇതിലെ കൂടെയാണ് നമ്മൾ വരുന്നത്. ഇതോ ആ കാണുന്നതാണ് ആ കപ്പൽ. ഭയങ്കര വലിയൊരു കപ്പൽ തന്നെയാണ്. ഇത് കണ്ട ഈ കോൺക്രീറ്റ് കല്ല് കണ്ട, വലിയ കല്ലാണ് ഇത് കൊണ്ടിട്ടേക്കുന്നത്. ഇത് തിരയിങ്ങി അടിച്ച് കയറിങ്ങി മേലിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ അമ്മ കല്ല് കൊണ്ടത് കൂട്ടിയിട്ടേക്കുന്നതേ. നല്ല തിരയുണ്ട്. ആ പാറയിലേക്ക് അടിച്ച് കയറി ഇങ്ങി നമ്മൾ നിൽക്കുന്നിടത്തുകൊണ്ട് തിര വരണുണ്ട്. ടമലു ഇവിടെയൊക്കെ പെട്ടുപോയാൽ പിന്നെ അപ്പോ അതിശക്തമായിട്ടുള്ള തിര തന്നെയാണ്. കാണുന്നതാണ് നമ്മളെ ലൈറ്റ് ഹൗസ്, കോവളം ലൈറ്റ് ഹൗസ്. കാണുന്ന ആ കുറ്റി പോലെ നിൽക്കുന്ന സാധനമാണ് കോവളം ലൈറ്റ് ഹൗസ്. അപ്പോൾ ഈ കടലിൻ്റെ ശോഭം ഇപ്പോൾ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല ശോഭിച്ചാണ് കടൽ കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോവളം ബീച്ചിലോട്ട് പോകാം. മച്ചാന്മാരെ, നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, നല്ല മഴയുണ്ട്, ശക്തമായിട്ടുള്ള കാറ്റുണ്ട്, നമ്മുടെ സാരഥി കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷം കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ നമുക്ക് കടലിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ട്രിവാൻഡ്രത്തെ വിശേഷങ്ങൾ. നമ്മൾ ട്രിവാൻഡ്രത്തെ ബീച്ചുകളും, കോവളം ബീച്ച്, ശംഖുമുഖം ബീച്ച്, നമ്മുടെ വിഴിഞ്ഞം ബീച്ച്. അപ്പോൾ ഇതൊക്കെയാണ് മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വരുന്ന ആൾക്കാർ ചെറുതായിട്ട് സൂക്ഷിക്കുക. അവിടെ എന്തായാലും ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അതിശക്തമായിട്ടുള്ള തിരയാണ്. അപ്പം അതും കണ്ട് നോക്കിയും കണ്ട് കൊച്ചു പിള്ളേരെ കൊണ്ടുവരുമ്പോഴത്തേക്കും നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ ഇറങ്ങുക, ബീച്ചിൽ ഇറങ്ങുക. കഴിയുന്നതും കരയിൽ തന്നെ നിൽക്കാൻ നോക്കുക. കരയിൽ നിന്നും കൊണ്ട് കടലിനെ ആസ്വദിക്കാൻ നോക്കുക. അപ്പം മഴ സമയത്ത് പൊതുവേ വരാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും വരുന്നവർക്ക് ചെറിയൊരു മുന്നറിയിപ്പ് ഞാൻ തന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ. മഴയുണ്ട്, നല്ല ശക്തമായിട്ട് മഴയുണ്ട്, പിന്നെ അതിശക്തമായിട്ടൊരു തിരയുണ്ട്. ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അതിശക്തമായിട്ട് തിരയുണ്ട്. തിര അടിച്ച് നേരെ റോഡിൽ കയറിയത്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇപ്പം നമ്മളെ സാരഥി നമ്മളെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ സ്കോർപ്പിയനിലാണ് നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. അപ്പം സ്കോർപ്പിയൻ നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു.
എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ മഴ സമയത്ത് നമ്മൾ ചെറിയൊരു ടൂറാണ്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ചെറിയൊരു ടൂറാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ വന്നത്. അപ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെ സുഖം തന്നെയായിരുന്നു. അപ്പോൾ വണ്ടിയെപ്പറ്റി പറയാൻ ഞാൻ വേറെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ വീഡിയോ. അപ്പം നമുക്ക് ബീച്ച് ഒന്നും കൂടെ കാണാം. ഇവിടെ ഒന്നും കൂടെ കാണാം. അപ്പം ബീച്ചിൻ്റെ അവസ്ഥ വളരെ കടുപ്പം തന്നെയാണ്. ഇതാണ് നമ്മളെ ബീച്ചിൻ്റെ അവസ്ഥ. ഇങ്ങനെയാണ്, വളരെ സൗന്ദര്യകരമാണ്. ബീച്ചിൽ കടലിൻ്റെ അകത്ത് ഇറങ്ങാനൊന്നും പറ്റില്ല. ചേട്ടന്മാരും ചെറുതുമ്പത്ത് അത്ര തിര ആക്രമണമില്ല, എന്നാലും തിര ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഈ സമയത്ത്. കാരണം നമ്മുടെ മലയാളിയൊക്കെ വൈകിട്ടേ വരത്തുള്ളൂ.